ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ നെക്സ്റ്റ് മിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ അന്ന് കളിച്ച് നിർത്തി ഒരുത്തിനെ കിഡ്നാപ്പ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തില്ലേ, അവൻ്റെ ബാക്കി മിഷനാണ് ഗൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഗൈസ് എന്തായാലും കൊള്ളാം. ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ലപോലെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും ചാനലിനകത്ത് വീഡിയോ ഇടാനുള്ള ഒരു ത്വര കൂടത്തുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടറിനെ മാറ്റാനാണ്. ക്യാരക്ടറിനെ നമുക്കിപ്പോൾ മാറ്റാം. ഓക്കെ, നമ്മൾ ക്യാരക്ടറിനെ മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ക്യാരക്ടറിൻ്റെ അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ ക്യാരക്ടറിൻ്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇവനിവിടെ എന്താ ചെയ്യാൻ നോക്കാം നമുക്ക്. ഓ മച്ചാമാരി, ഇവനെന്താ സൈഡിൽ കാണിക്കുന്നേ? ഇവനെന്താ വേസ്റ്റ് ഇതിൻ്റെ പറയുള്ളൂ. ഇവനിവിടെ ഞെക്കി ടൂറാണ് ഗൈസ്. ഇവന് ഞെക്കി ടൂറാണ്. ഇവനിവിടെ നശിപ്പിക്കും തൂറി ഗൈസ്. നമ്മുടെ മൈക്കിൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. സമാധാനത്തോടെ അവനെ തൂറാൻ പോലും സമ്മതിക്കുന്നില്ല അവൻ അതുപോലെ ജീൻസ് എടുത്തങ്ങ് ഇട്ട് ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവൻ അതുപോലെ സാധനം എടുത്തങ്ങ് ഇട്ട്. ചന്തി പോലും ഇവനൊന്നും കഴിയുന്നില്ല. ഇവനൊക്കെ എന്തോ വിശ്വസിച്ച് കൂടെ കൂട്ടും. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വീടിനകത്തോട്ട് കയറിയിട്ടുണ്ട്. വീടല്ല ഗൈസ്, ഇത് ചെറിയൊരു ആക്രി റൂമാണ്. അതിലോട്ട് കയറിയിട്ടുണ്ട്. ഓ നമ്മളെ മച്ചാനൊക്കെ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ഇവൻ എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അതെന്തോ ആയിക്കോട്ടെ, അതെന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും അന്ന് അവനെ തട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരുത്തനെ കൊല്ലണം. ആ കൊല്ലണമെങ്കിൽ അവനെ അറിയത്തുള്ളൂ. ആ കിഡ്നാപ്പ് ചെയ്ത അവനുണ്ടല്ലോ, അവനെ അറിയത്തുള്ളൂ അതാരായെന്ന്. അവൻ പറഞ്ഞാലേ നമുക്ക് അവനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അപ്പം എന്നാലേ നമുക്ക് ആ ഒരു മിഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ് അതിനാണ് നമ്മൾ അവനെ അന്ന് ആ ഒരു പോലീസുകാരുടെ കയ്യിൽ നിന്നെല്ലാം നമ്മൾ തട്ടിയെടുത്തിട്ട് അവനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ട് തലയിൽ കൂടെ തുണിയൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടുപോയില്ല. അതായിരുന്നു ഗൈസ്. എന്തായാലും ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് പോയി നോക്കുക. നമ്മുടെ ചാനൽ എടുത്തിട്ട് ലാസ്റ്റ് പോയി നോക്കുക. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ആ ഒരു വീഡിയോ ക്ലിപ്പെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതെന്ത് ട്രെയിനായിരുന്നോ പോയെ? ട്രെയിനോ എന്തോ സംഭവമൊക്കെ പോകുന്നുണ്ട് ഇതുവഴിയൊക്കെ. അതെന്തോ ആയിക്കോട്ടെ, നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ ഏരിയയിലേക്ക് പോവാം. അതായത് നമുക്ക് ഈ പോകാനുള്ളൊരു ഏരിയ ഉണ്ട് ഗൈസ്. അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടർ നിൽക്കുന്ന, നമ്മുടെ എനിമി നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അങ്ങോട്ട് പോകണം. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം. മച്ചാന്മാരെ, നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഇങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ വലിയ ന്യൂസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതേ നമ്മൾ വീണ്ടും നമ്മുടെ ക്യാരക്ടർ മാറിയിട്ടുണ്ട്. ഇതേ നമ്മൾ ഇവിടോട്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവനെ കെട്ടിയിട്ടിരിക്കുന്നു. അവൻ്റെതാണ് ഇൻഫർമേഷൻ വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും അവനെ ഇച്ചിരി പണിയും. ഇവനെ എന്തായാലും ഗൈസ് നമ്മളിന്ന് പണിത് ഇന്ന് കൊല്ലാക്കൊല ചെയ്യിക്കും ഇവനെ. എന്തായാലും നമുക്ക് എന്തായാലും ഇവനെ ഇന്ന് കീച്ചാം. ഓക്കെ ഗൈസ്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമുള്ള എടുക്കാൻ. നമ്മളവിടെ നിന്ന് പ്ലെയർ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ പ്ലെയറാണ് വരുന്നത് ഫസ്റ്റ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇവൻ്റെ പല്ല് അങ്ങോട്ട് പറിക്കുക അല്ലേ. ഇനിയും പല്ല് പറിക്കുന്ന ചടങ്ങാണ്. ഓക്കെ, പല്ല് പിടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ മൗസാണോ ക്ലിക്ക് ചെയ്യണ്ടേ ഗൈസ്? മൗസ് റോൾ ചെയ്തിട്ടോ ഒന്നും വരുന്നൊന്നുമില്ല. നോക്കട്ടെ. ഓ ഗൈസ്, ഓക്കെ ഗൈസ്. ഓ പല്ല് പറിച്ചിങ് എടുക്കടാ ഇങ്ങോട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ അവൻ്റെ ഒരു പല്ലിങ് പറിച്ചെടുത്തിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ, അതൊക്കെ എടുത്തങ്ങാണ്ട് കളയാം. അവൻ അത്യാവശ്യം നല്ല വേദനയായി കാണും. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ വേദനയായി കാണും. അവൻ വേദന അനുഭവിച്ച് അവൻ ആ പേര് പറഞ്ഞാലേ നമുക്ക് അവിടെ അവനെ കൊന്നിട്ട് വരാൻ പറ്റത്തുള്ളൂ. എന്നാലേ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പം ഗൈസ് നമുക്ക് ഇവനെ എന്തോ അത് കുറേ ഇതുപോലെ വേദനിപ്പിക്കേണ്ടി വരും. കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള സീൻസൊക്കെ കാണുമായിരിക്കും. ഇതും ഒരു ബ്രൂട്ടലായിട്ടുള്ള സീൻ തന്നെയാണ് ഗൈസ്. ഓക്കെ, ഇത് നമ്മുടെ മൈക്കിൾ മച്ചാനൊക്കെ കണ്ടുപിടിന്ന് ചായയോ കാപ്പിയോ കണ്ടു കുടിക്കുകയാണ്. മൈക്കിൾ പറയുകയാണ് ഇവന്മാർ നമുക്ക് ചായ കുടിക്കാൻ പോലും സമയം തരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പുള്ളി കണ്ട് വണ്ടിയിൽ പോയി കയറാൻ പോവാണ് ഗൈസ്. നമുക്ക് എന്തായാലും വണ്ടി കയറിയിട്ട് നമ്മുടെ അടുത്ത ഏരിയയിലേക്ക് പോവാം. അവിടെ ചെല്ലുക. അവിടെയാണ് നമ്മുടെ നമ്മുടെ ആൾ, നമുക്ക് വേണ്ട ഒരുത്തൻ അവിടെയാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അവിടെ പോയിട്ട് അവനെ നമുക്ക് എടുക്കണം. അതായത് ഒറ്റ ഷൂട്ടിന് കൊല്ലണം ഗൈസ്. അതാണ് നമ്മുടെ മിഷൻ. അതിന് മുന്നേ അവൻ ഇൻഫർമേഷൻ തരണം. അതിന് മുന്നേ നമുക്ക് എന്തായാലും മറ്റേ ക്യാരക്ടറിനെ കൊണ്ട് ഇൻഫർമേഷൻ എടുക്കും. കാരണം അതിനുള്ള ടൂൾസും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അവൻ തന്നെ പറയും. അല്ലെങ്കിൽ അവനെ നമ്മൾ പറയിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ മിഷൻ. നമ്മളിന്ന് എന്തായാലും പറയിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ.
ഓക്കെ ഗൈസ്, നമുക്ക് നേരെ അപ്പം അവൻ്റെ അടുത്തോട്ട് പോവാം. അതായത് ആ നമ്മുടെ എനിമി എവിടാണോ അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് കാര്യമുള്ളൂ ഗൈസ്. അപ്പോൾ ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നല്ല ലെങ്ത് ആയിരിക്കും. മച്ചന്മാരെ അവർ പറഞ്ഞ ലാസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് സംഭവം ഉണ്ട് ഇവിടെയാണ്. ഇവിടാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെയാണ് അവർ ലാസ്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നത്. നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. ഓക്കെ, നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്തേ ഇവന്മാർ ഏതോ മലയിലൊക്കെയാണ് കൊണ്ട് നിൽക്കുന്നത്. അതെന്തോ ബോക്സിൽ പൈസ ഒളിപ്പിക്കാൻ വന്നതാണോ ഗൈസ്? അതിൽ ഗണ്ണാണ് കേട്ടോ, അതിൽ ഗണ്ണാണ്. അവന്മാർ ഇവിടുന്ന് ഷാർപ്പ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ ഒരു സീൻ കഴിഞ്ഞ് വീണ്ടും നമ്മൾ നെക്സ്റ്റ് സീൻ വീണ്ടും ഇവനെ കൊണ്ട് പറയിക്കണം. ഇവനെ കൊണ്ട് പറയിച്ചിട്ടേ കാര്യമുള്ളൂ. അവിടെ ഒരു പാർട്ടി നടപ്പുണ്ട്. അതിനകത്ത് അതായത് നല്ലൊരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അതിനകത്ത് അവനുണ്ട്. അവനെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് കൊല്ലണം. അതായത് നമ്മൾ ലോങ് ഷോട്ട് ചെയ്ത് കൊല്ലാനാണ് പ്ലാൻ. അപ്പോൾ അതിന് മുന്നേ ഇവൻ കാര്യം പറഞ്ഞാലേ നമുക്ക് അവനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓ, ഇവന് നല്ല കറണ്ട് കൊടുക്കണം കേട്ടോ ഗൈസ്. വിറയ്ക്കുന്നവൻ നല്ല കറണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ അങ്ങോട്ട് തകർക്കുകയാണ് നമ്മൾ. നല്ലപോലെ ഷോക്ക് അടിക്കുന്നുണ്ട് അവന്. നല്ലപോലെ കേൾക്കണം അവന്, എന്നാലേ അവൻ പറയത്തുള്ളൂ, അല്ലെങ്കിൽ അവൻ പറയത്തില്ല ഗൈസ്. ഇതേ നമ്മൾ മറ്റേ ഹൈറ്റ് ബീറ്റിൻ്റെ ലെവലൊക്കെ കാണിക്കുന്ന സംഭവമൊക്കെ ഭയങ്കര ഹൈ ലെവലാണ് കാണിക്കുന്നത്. കാരണം ഞാൻ രണ്ടെണ്ണം എടുത്ത് നെഞ്ചത്തോട്ടങ്ങ് ഇതാക്കി വെച്ചിട്ടാണ്, ക്ലിപ്പ് ചെയ്തങ്ങ് വെച്ച് ഗൈസ്. ഇവനെ നമ്മൾ ഇനിയും പണി. ഇവൻ ആ പേര് സംഭവം കാര്യങ്ങളൊന്നും അങ്ങോട്ട് പറയുന്നില്ല. ഇവൻ വലിയ അതുകൊണ്ട് ഇവൻ്റെ നെഞ്ചൊക്കെ അതുകൊണ്ട് ചുമന്ന് കിടക്കുന്നു ഗൈസ്. അവിടെ എല്ലാം കൂടെ ചുമന്ന് തുടുത്ത് കിടപ്പുണ്ട്. എന്നാലും കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ഇനിയും പണി അവനെ. ഇപ്പോൾ മച്ചാന്മാരെ നമ്മളിതേ നോക്കുകയാണ്. ഓ, നമ്മുടെ കയ്യിൽ നിന്ന് ഷൂട്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ കയ്യിൽ നിന്ന് ഷോട്ട് പോയെന്ന് തോന്നുന്നു. ഓ, ഷോട്ട് പോയി ഗൈസ്, ഷോട്ട് പോയി. അതെ, അറിയാതെ ഞാൻ ഒന്ന് മൗസിൽ ക്ലിക്ക് ചെയ്തു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്, സത്യം പറയാൻ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഷൂട്ട് പോവായിരിക്കുമെന്ന്. ഓക്കെ, നമ്മൾ നോക്കുന്നുണ്ട്, അവിടെ ഒന്നും കാണുന്നില്ല. നമുക്ക് വീണ്ടും നമ്മുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങേരെ കൊണ്ട് ഇന്ന് നമ്മൾ പറയിക്കും ഗൈസ്. എന്തായാലും ഇങ്ങേരെ കൊണ്ട് ഇന്ന് നമ്മൾ പറയിക്കും. ഓക്കെ, മച്ചാൻ വീണ്ടും മണി തുടങ്ങാൻ പോവാണ്. വീണ്ടും നമ്മൾ പ്ലെയർ എടുക്കുന്നു. അടുത്ത പല്ല് പറിക്കുന്നു ഗൈസ്. അപ്പോൾ മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവന് പല്ലൊന്നും കാണത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ, പല്ലൊന്നും ഇവനൊരു തേങ്ങയും കാണൂല. ഓക്കെ, അണപ്പല്ലാന്ന് തോന്നുന്നു പറിക്കുന്നത്. അകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ചോരയൊക്കെ വായിന്ന് അടിച്ചൊലിപ്പിച്ചുകൊണ്ടൊക്കെയാണ് പറിച്ചിങ്ങെടുക്കുകയാണ്. ഉള്ള പല്ലെല്ലാം കൂടെ പറിച്ചെടുത്തുകൊണ്ട് അവൻ ചാവാറായി ഗൈസ്. ഇങ്ങനെ ഇവനെ കൊല്ലാക്കൊല ചെയ്യണമെങ്കിൽ ഇന്ന് ഇവനെ നേരത്തെ അങ്ങ് പറഞ്ഞൂടെ? ഇവനാണുള്ള വേദനയെല്ലാം കൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെന്തൊരു മണ്ടനാ ഗൈസ്. കാരണം അവൻ്റെ BP കൗണ്ടൊക്കെ അതുകൊണ്ട് കൂടി അവനിപ്പോൾ തീരാൻ തോന്നുന്നു. തീർന്നു ഗൈസ്, ചത്ത്. എന്നാലും കുഴപ്പമില്ല. എന്തോ കുത്താടാൻ കുത്തിയത്. ഓ, ഇങ്ങനെയാണോ ഒരു മനുഷ്യനെ കുത്തുന്നത് സിറിഞ്ചിനൊക്കെ? ഇവൻ പിന്നെ ജീവിക്കുകയോ? എനിക്കറിഞ്ഞൂടാ ഗൈസ്. അവൻ്റെ BP ലെവൽ നിങ്ങൾ കണ്ടല്ലേ? അതങ്ങ് മരിച്ചു കഴിഞ്ഞാലുള്ള സംഭവങ്ങളായിപ്പോയി. വീണ്ടും അവനെങ്ങനെ ജീവിക്കുന്നു? നെഞ്ചത്തൊരു കുത്തൂടെ കൊടുത്തു, അത്ര വലിയ സംഭവം വെച്ചിട്ട്. ചാവാത്ത ആരാണ്ട ഭാഗ്യം ഗൈസ്. എന്തായാലും നമുക്കിനി നെക്സ്റ്റ് പരിപാടിക്കുള്ള സമയമാവുന്നെന്ന് തോന്നുന്നു. ചോദ്യത്തിൻ്റെ ലെവലൊക്കെ മാറുന്നുണ്ട്. ഓക്കെ, ഫോൺ വിളി കൂടി ഗൈസ്. എന്തായാലും നമ്മളെ ചോദ്യത്തിൻ്റെ ലെവൽ മാറുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും ആളെ മാറ്റേണ്ടി വരും ഗൈസ്. നോക്കാം, ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. ഗൈസ്. അതായത് അവർ പറയുന്ന രീതിയിൽ വേണം നമുക്ക് നോക്കാൻ ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ല. താഴെ സൈഡിൽ ആരുമില്ല, എല്ലാം മണ്ടയ്ക്ക് സൈഡിലാണ്. ഇവിടെ രണ്ടുപേരും, ഒരുത്തനും കൂടി. ഇനി അവനാണോ ഗൈസ്? അവനാണോ എന്ന് അറിഞ്ഞൂടാ. അവനല്ല. നമുക്ക് വീണ്ടും ക്യാരക്ടറിനെ ഷിഫ്റ്റ് ചെയ്യാം. അടുത്ത പണിയിലോട്ട് പോവാം ഗൈസ്. ഇവൻ അങ്ങോട്ട് പറയുന്നില്ല കേട്ടോ. ഇവൻ പറയുന്നില്ല. ഇവൻ വലിയ കള്ളനാണ്. ഇവൻ നൈസായിട്ട് ഉരുണ്ട് കളിക്കുകയാണ്. നമുക്കത് ഇഷ്ടപ്പെടുവോ? ഇല്ല. ഇവനുള്ള ഷോക്കെല്ലാം കൂടെ അടുപ്പിച്ച് അതുകൊണ്ട് അവൻ്റെ അമ്മിഞ്ഞെല്ലാം കൂടെ ചുമന്ന് നടക്കുന്നു ഗൈസ്. മിക്കവാറും ഇതേണ്ട അടുത്ത ഷോക്ക് അടുപ്പിക്കാൻ പോവാണ്. അപ്പം നമുക്ക് വീണ്ടും തുടങ്ങാം. ഓക്കെ, നമ്മൾ കണ്ടോ തീയൊക്കെ ഇടയ്ക്ക് അങ്ങ് വരുത്തിയിട്ട് വീണ്ടും കണ്ടോ പിടയ്ക്കുന്നവൻ, ഇരുന്ന് തുള്ളുന്നവൻ.
ഗൈസ് അവൻ ഇരുന്ന് തുള്ളാണ്. അവൻ തുള്ളണം കുറച്ചുകൂടെ. അവൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയത്തില്ലെന്ന്. അവൻ വലിയ ഷോ കാണിക്കുന്നവൻ. ഓക്കെ, അമ്മിഞ്ഞ വെന്തുപോയി തോന്നുന്നു ഗൈസ്. വെന്തുപോയി, എല്ലാം വെന്തുപോയി അവൻ്റെ. അപ്പോൾ നമുക്കിനിയും നോക്കാം. ഇനി അവൻ പറയുമായിരിക്കും. അവൻ മുട്ടിഞ്ഞ കരച്ചിലൊക്കെ ആയി കേട്ടോ, മുടിഞ്ഞ കരച്ചിലായി. ഓക്കെ ഓക്കെ ഗൈസ്, അവൻ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതായത് അവൻ പറഞ്ഞ ലെഫ്റ്റ് ഹാൻഡിൽ ഇത് സിഗരറ്റ് ഒക്കെ ഇങ്ങനെ പിടിക്കുന്ന ഒരുത്തനാണ്. അങ്ങനെയാണ് അവൻ്റെ ഐഡൻറ്റിറ്റി ഗൈസ്. അപ്പം നമുക്കിനി അവനെ തപ്പാം ഗൈസ്. ഇനി അവനെ നമുക്ക് തപ്പാം. ലെഫ്റ്റ് ഹാൻഡിലാണ് അവൻ സിഗരറ്റൊക്കെ വലിക്കുന്നത്. ഇത് ഇവനാണെന്ന് തോന്നുന്നു ഗൈസ്. അവൻ്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് അതാണ്. ഇവൻ തന്നെ കൺഫേം, ഇവൻ തന്നെയാണ് ഗൈസ്. ഇവൻ തന്നെയാണ് കൺഫേം ഇവനാണ്. വേറെ ആരും ലെഫ്റ്റ് ഹാൻഡിൽ സിഗരറ്റ് വലിക്കുന്നില്ല, ഇവൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ഷൂട്ട് ചെയ്യാം ഗൈസ്. ഷൂട്ട് ചെയ്യാതെ വെച്ചോണ്ടിരിക്കുന്നത് എങ്ങനെയാ? ഓക്കെ, നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഓടി ഗൈസ്. അവൻ ചത്തു. ഇനി അവൻ ഒരിക്കലും എഴുന്നേക്കത്തില്ല ഗൈസ്. നല്ലൊരു ഹെഡ് ഷോട്ട് അവിടുത്തെ. എന്തായാലും ചാവാതിരിക്കത്തില്ല. സ്നൈപ്പർ ഷോട്ടല്ലേ, ഉറപ്പായിട്ടും അവൻ ചത്തുപോയിട്ടുണ്ട് ഗൈസ്. ബാക്കിയുള്ള ബുള്ളറ്റുകളൊന്നും അല്ലല്ലോ, സ്നൈപ്പറിനൊക്കെ നല്ല ഹൈ പവറാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അവനെ കൊന്നിട്ടുണ്ട്. ഇനി ഈ മച്ചാനെ അങ്ങോട്ട് ഇറക്കണം. ഇനി ഇവനെ അവിടെ കട്ട് ചെയ്ത് കാലിൽ കയ്യിലെ ടേപ്പെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ്. ഓക്കെ, ഇരുന്നേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇവനെ നൈസായിട്ട് കൊണ്ടുവിടാം. ഇവൻ്റെ ആവശ്യം കഴിഞ്ഞ് ഇനി നമുക്ക് ഇവനെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല ഗൈസ്. നമുക്ക് ഇവനെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഇവനിൽ നിന്ന് ആ ഒരു ഇൻഫോർമേഷൻ മാത്രം മതിയായിരുന്നു. അതിനു വേണ്ടിയാണ് നമ്മൾ അത്ര റിസ്ക് എടുത്ത് കഴിഞ്ഞ ആ ഒരു മിഷനകത്ത് നമ്മൾ അത്രയും പോലീസുകാർ ഇടയ്ക്കൊന്നും ഒക്കെ നമ്മൾ നൈസായിട്ട് ഇവനെ രക്ഷിച്ചത്. അതായത് അത്ര ഹെലികോപ്റ്ററിൽ പോയിട്ടും അങ്ങനെ ചാടി ഗ്ലാസും ചവിട്ട് പൊട്ടിച്ച് വെടിവെച്ച ആ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നില്ല. എല്ലാ ആ ഒരു വീഡിയോയിലുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കണ്ടു നോക്കുക. എന്നാൽ മാത്രമേ ഈ ഒരു മിഷൻ ഫുള്ള് നിങ്ങൾക്ക് കത്തത്തുള്ളൂ ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവനെ രക്ഷിച്ചതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയായിരുന്നു. നമുക്കൊരാവശ്യം ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയാണ് നമ്മൾ അവനെ അവിടെ നിന്ന് രക്ഷിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു ആവശ്യം കഴിഞ്ഞ് ഇനി ഇവനെ എയർപോർട്ടിൽ കൊണ്ടുവിടാനാണ് അവർ പറയുന്നത്. നമുക്ക് എന്തായാലും ഇവനെ എയർപോർട്ടിൽ കൊണ്ടുവിടാം. അപ്പോൾ ഗൈസ്, നമ്മളിതേ എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളു എയർപോർട്ടിലോട്ട് പോകാൻ. നമുക്ക് എയർപോർട്ടിൽ ചെല്ലുക, ഇവനെ അങ്ങോട്ട് ഇറക്കി വിടുക, ഇത്രേ ഉള്ളൂ ഗൈസ്. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പറയാം ഗൈസ്, ഇവനെ അങ്ങോട്ട് ഇറക്കി ഇടാം ആദ്യം. ഓക്കെ, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവനോട് പറയണം ഇറങ്ങാൻ. ഇവൻ്റെ ഭാര്യ മക്കളും ഒക്കെ കാര്യങ്ങളൊക്കെ ഇവൻ അങ്ങോട്ട് പറയാം. നമ്മൾ പറയാം അതിനകത്തോണ്ട് എയർപോർട്ടിലുണ്ട്, പോയി നോക്കുന്നൊക്കെ പറയും ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ചെയ്യാൻ നമുക്കൂടുള്ള ഒരു മനസ്സ് വരത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടിങ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മനസ്സ് വരത്തുള്ളൂ ഗൈസ്. ഇങ്ങനത്തെ ഒരു വീഡിയോസ് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അതിന് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഗെയിമുകൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, ബൈ.